ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിനിടെ ഇന്ത്യൻ താരം രവീന്ദ്ര ജഡേജ കയ്യിൽ കെട്ടിയ ടേപ്പ് അഴിപ്പിച്ച് അമ്പയർ. മത്സരത്തിൽ ജഡേജ ബോൾ ചെയ്യാനെത്തിയപ്പോഴാണ് ഇടം കൈയിലെ കൈപ്പത്തിയിൽ ചുറ്റിയിരുന്ന ടേപ്പ് അമ്പയർ റിച്ചാർഡ് ഇല്ലിംഗ്വർത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ അദ്ദേഹം ജഡേജയെ സമീപിച്ച് ടേപ്പ് അഴിച്ചു മാറ്റുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ജഡേജ തന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ടേപ്പ് നീക്കണമെന്ന് ആവശ്യത്തിൽ അമ്പയർ ഉറച്ചുനിന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരും വിഷയത്തിൽ ഇടപെട്ടു. ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിന്റെ 19ാം ഓവറിലായിരുന്നു സംഭവം നടന്നത്. ഇടതു കൈപ്പത്തിയിൽ ടേപ്പ് ചുറ്റിയ അവസ്ഥയിലാണ് ഇടം കൈ ബോളർ കൂടിയായ ജഡേജ ബോൾ ചെയ്യാനെത്തിയത്. പരുക്കിന്റെ നേരിയ ലക്ഷണങ്ങളുള്ള സാഹചര്യത്തിലാണ് താരം ടേപ്പ് ചുറ്റി ബോളിംഗിനെത്തിയത്. എന്നിട്ടും ടേപ്പ് ചുറ്റി ബോളിംഗ് തുടരാൻ അമ്പയർ അദ്ദേഹത്തെ അനുവദിച്ചില്ല. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ നിയമത്തിൽ കൃത്യമായ നിർദ്ദേശമുള്ള സാഹചര്യത്തിലാണ് അമ്പയർ ഇടപെട്ടത്. കൈവിരലുകളിലോ കൈക്കോ പരിക്കുണ്ടാകുന്ന സാഹചര്യം വന്നാൽ അമ്പയറുടെ പ്രത്യേക അനുമതിയോടെ മാത്രമേ ടേപ്പ് ഉൾപ്പെടെയുള്ളവ ചുറ്റാനാകൂ. മാത്രമല്ല, ബോളർമാർ ബോൾ ചെയ്യുന്ന കൈയിലാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ കർശനമായ നിലപാട് സ്വീകരിക്കാനും അമ്പയർമാർക്ക് അനുമതിയുണ്ട്. പരുക്കിന്റെ പശ്ചാത്തലത്തിൽ അമ്പയർമാരുടെ നിലപാടാകും ഇക്കാര്യത്തിൽ നിർണായകമാകുക. അതേസമയം തൊട്ടടുത്ത ഓവറിൽ അമ്പയറുടെ അനുമതിയോടെ ജഡേജ ടേപ്പ് ചുറ്റി തന്നെ ബൗളിംഗ് തുടരുകയും ചെയ്തു. അമ്പയർ ടേപ്പ് അഴിപ്പിച്ച 19ാം ഓവറിൽ സ്റ്റീവ് സ്മിത്തിനെ സിംഗിൾ എടുക്കുന്നതിൽ നിന്ന് തടയാനുള്ള ശ്രമത്തിനിടെ അതേ കൈക്ക് പരിക്കേറ്റതോടെയാണ് ടേപ്പ് ചുറ്റാൻ അനുമതി ലഭിച്ചത്. മത്സരത്തിൽ 8 ഓവറിൽ 40 റൺസ് മാത്രം വഴങ്ങി ജഡേജ 2 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു.